അങ്ങനെ കല്യാണത്തലേന്ന് നിന്നുള്ള വീഡിയോയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കല്യാണത്തിനുണ്ട്. അപ്പോൾ ഗ്രാൻഡ് വാങ്ങിക്കാൻ പോയി. രാവിലെ തന്നെ പുറപ്പെട്ടു. അതുകൊണ്ട് ഒരു ഉച്ചയായപ്പോൾ അവിടെ എത്താൻ സാധിച്ചു. അങ്ങനെ പോയതെല്ലാം പകുതി ബസ്, പകുതി ട്രെയിന്, പിന്നെ പകുതി നടന്ന് അങ്ങനെയൊക്കെയാണ് പോയത്. പോയ ഓരോ വഴിയിലും ഏകദേശം ഒരു 365 ദിവസമെങ്കിലും മിനിമം ഞാനവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ആ 365 ദിവസം ഈ 6 to 5 മണിക്കൂർ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു. ഡേ 1 to എൻഡ് ഓഫ് ലാസ്റ്റ് ഡേ അവിടുന്ന് വരുന്ന ദിവസം വരെയുള്ള ഓരോ ദിവസങ്ങൾ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള റൊട്ടീൻസൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ഇനിയത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്രയും ദൂരെയാണെന്ന് ഓർക്കുമ്പോഴാണ്. നല്ലൊരു ലൈഫായിരുന്നു അത്. ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ട് റൊട്ടീനായിട്ട് എടുക്കാം, മേ ബി ആർക്കെങ്കിലും ഗുണമായാലും. അപ്പോൾ അങ്ങനെ പിന്നെ ക്യാമ്പസിലെത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുന്ന വഴിയാണ് സ്ഥിരം നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. സാധാരണ അങ്ങനെ വണ്ടി അല്ലെങ്കിൽ ഓട്ടോ ഒന്നും പിടിച്ചിട്ട് നമ്മൾ പോകാറില്ല. അപ്പോൾ ഈ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ സിനിമയിലെ നായകനും നായികയൊക്കെ അവരുടെ പഴയ കാലമൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു സീനിൽ അവരെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കത്തില്ലേ, അവരുടെ പഴയ കാലം കാണുന്ന പോലെ. സോ അങ്ങനെ കുറേ സീനൊക്കെ തോന്നി. ഡൽഹിയിതിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ക്യാമ്പസിലെത്തിയപ്പോഴത്തേനാണെങ്കിലും എല്ലാം പുതുമുഖങ്ങളാണ്, ആരെയും പരിചയമില്ല. പിന്നെ ചെന്ന് ഓൾറെഡി കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഗ്രാൻഡിൻ്റെ കാര്യത്തിനായിട്ട് പോയി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു, പഴയ എല്ലാവരോടും ലൈഫിൻ്റെ അടുത്ത സ്റ്റേജിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ പിന്നെ ഗ്രാൻഡ് ഏകദേശം ഒരു 1-2-3 മണിക്കൂറിനുള്ളിൽ സെറ്റായി കഴിഞ്ഞതാണ് പ്രശ്നമായത്. മീൻസ് അതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വന്ന കാര്യം നടന്നു, വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു, അപ്പോൾ പറയാം അടുത്ത ബസ്സിന് കയറി വരാം. സോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ടേണിങ് പോയിൻ്റ് ഡേ ആണ്. അപ്പം ആലോചിച്ചു എന്ത് ചെയ്യും. കാരണം കുറച്ച് നേരം ഞാനവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ നിന്ന് ആലോചിച്ച് എന്താ ഇങ്ങോട്ടാ പോവുക, എവിടെയാണ് തുടങ്ങുക. ദെൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നമ്മൾ സ്ഥിരം പരിപാടിയാണ് നമ്മുടെ അവിടെ നിന്ന്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ പറയുന്ന ക്യാമ്പസിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതാണ് ആ ഏരിയയിലേക്ക്. സ്ഥിരം നടപ്പുണ്ടായിരുന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ ബുക്കും പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങി കണ്ടു. കാരണം ഇനി അങ്ങനെ ഒരു യാത്ര എത്രത്തോളം പോസിബിൾ ആവും നമുക്കറിയില്ല. സോ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങി കണ്ടു. എല്ലാ സ്ഥലങ്ങളും ഊട്ടി കണ്ടു, ശ്രീലങ്ക കണ്ടു, പിന്നെ എന്താ നമ്മുടെ ഹൈമാവതി കുളം എല്ലാം ഇങ്ങനെ കണ്ട്. പിന്നെ ഹോസ്റ്റലകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് ഈയിടെയായിട്ട് സെക്യൂരിറ്റി റീസൺ കുറച്ച് കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് കയറാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. വെറുതെ വഴി പോകുന്ന വള്ളി പിടിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതൊഴികെ ബാക്കി ഹോസ്റ്റൽ കോമ്പൗണ്ടിനകത്ത് കയറി വാർഡൻസിനെയൊക്കെ പോയി കണ്ടു, സംസാരിച്ചു, അവർ ഹാപ്പി. അങ്ങനെ മൊത്തത്തിൽ കണ്ട് കുറേ. അവിടെ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ് മഞ്ചാടിക്കുരുവും കുന്നിമണിക്കുരു, അതൊക്കെ ഇതൊക്കെ 2 സാധനങ്ങൾ നമ്മളങ്ങനെ കൂടുതലും എന്തെങ്കിലും ഇങ്ങനെ ഓർമ്മ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതൊക്കെ കുറേ കളക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നു. എന്നും അവിടുത്തെ എൻ്റെ സ്ഥിരം കളക്ഷനായിരുന്നു ഈ 2 സാധനം. അപ്പോൾ അതിങ്ങനെ കുറേ എണ്ണം എടുത്തുകൊണ്ട് വന്നു. ഇനി അതൊക്കെയാണ് എനിക്ക് ആകെ മൊത്തം സ്വത്തെന്ന് പറയുന്ന പോലെ. അപ്പം അത് കഴിഞ്ഞ് ഭയങ്കര മടിയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. പിന്നെ ക്യാമ്പസ് മാത്രമല്ല, ട്രിവാൻഡ്രം എന്നൊരു ലൈഫും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്തായാലും. അപ്പം സിറ്റിയും കൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ട് പതിയെ പോകാമെന്ന് കരുതി. ഒരു 4 മണി സമയത്തായിരുന്നു തിരിച്ച് ബസ്സൊക്കെ. അപ്പോൾ അതിനുള്ളിൽ നമുക്കെല്ലാം ശരിയാക്കണം. 2 മണിയാകുമ്പോഴത്തേനാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്, പിന്നെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാം ഓടി നടന്ന് കാണുമായിരുന്നു നമ്മൾ പോയ വഴിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയെല്ലാം
ഫുൾ മൈൻഡാണ് പോകുന്നത്, ഫോണിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും പറയണത്. കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓക്കെ ഇത് ഞാൻ പോയ വഴിയായിരുന്നു, ഇതിൽ അവിടെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കടയിൽ പോയി ഞങ്ങൾ ഫസ്റ്റ് പാനിപ്പൂരി കഴിച്ച ഒരു ചെറിയൊരു കടയുണ്ട്, എന്തോ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അടുത്ത്. അങ്ങനെ അങ്ങനെ കുറേ മൊമെൻറ്റ്സൊക്കെ നമുക്കപ്പോൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് അധികം എടുത്തില്ല, ഒരു കുട്ടി ക്ലിപ്പായിട്ട് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നേരം പാളയം, തമ്പാനൂർ, ചാല, അങ്ങനെ പിന്നെ അവിടെ ഈസ്റ്റ് ഫോർട്ട്, ഇതൊക്കെ ഇങ്ങനെ കുറേ കറങ്ങി നടന്ന് കണ്ടു. അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഞാൻ വിചാരിച്ച് കരഞ്ഞെന്നിട്ട് വിളിച്ച് ഭയങ്കര സീനായിട്ടിരിക്കും വരികയെന്നാണ്. പക്ഷെ കുഴപ്പമില്ല, മേ ബി നമ്മൾ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടായിരിക്കാം. എന്തോ ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സെവിടേക്കോ പറയുന്നത് പോലെ. അതുകൊണ്ടായിരിക്കാം എന്തോ അത് ഫുൾ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട് പോരുവാണ് എന്നൊരു തോന്നലില്ല. സ്റ്റിൽ എന്തൊക്കെയോ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇനി നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും എന്നൊരു തോട്ടാണുള്ളത്. സോ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള ആളുകളെ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റീവൈൻഡിങ്ങായിരുന്നു. ആ പോയ സമയമൊക്കെ ഓഗസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ ഫുൾ ഡേ അവിടെ നിന്നിട്ടുള്ള സമയങ്ങളുണ്ട്. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അവിടെ തന്നെ ഫുൾ മന്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. കല്യാണം നല്ല അടിപൊളിയായിട്ട് കൂടി. ഇനിയിപ്പോൾ എന്താണ് അടുത്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഇനിയിപ്പോൾ ലൈഫായിട്ട് മുന്നോട്ട് പോകണം. തിരിച്ചു വന്നപ്പോഴും അതാണ് ആലോചിച്ചിരുന്നത്. ഇനിയിപ്പം കാരണം ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഈശ്വര ട്രിവാൻഡ്രം പോലൊരു ലൈഫിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇതാണോ ലൈഫ്, ഇനി ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അങ്ങനെ കുറേ തോട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് വന്ന് ഈ കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം ഞാൻ ഒരു തീരുമാനമായി, ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ ഉള്ളതിനെ സെറ്റാക്കുക. കാരണം തീർന്നു അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെയാണ് ലൈഫ്. സോ ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നുമായിരിക്കില്ല നമ്മുടെ പണ്ടത്തെ ലൈഫ് വീട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്ന ആ ഒരു സമയത്തെ പറ്റി നമ്മൾ മിസ് ചെയ്യില്ല. അതുപോലെ ഒരു മിസ്സിങ്ങേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാണ്ട് അവരുടെ കൂടെ പോയി നിൽക്കണം, ഇവരുടെ വീട്ടിൽ നിൽക്കാൻ മീൻസ് കെട്ടിക്കൊണ്ട് വന്ന വീട്ടിൽ നിൽക്കാൻ പാടുള്ള കുറച്ച് പറ്റുന്ന പുരോഗമന ചിന്താഗതിയൊന്നും പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റോറി അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ശരിക്കും എടുക്കണ്ടായിരുന്നു. അത് എന്തായാലും ഉടനെ സെറ്റാക്കാം. അതായത് ഫസ്റ്റ് വീഡിയോ പ്ലസ് ആ ടൈമിലെടുത്ത കുറേ ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. അത് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ നേരെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ സോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു, നല്ല കുറേ നിമിഷങ്ങളായിരുന്നു. ഈ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഒരിക്കലും മറക്കില്ലാത്തൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ അതിന്നും ഉണ്ടാവും. 16/8/2024. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.